ഹരി ഓം. ശ്രീമന്നാരായണീയം. ശ്ലോകം 4, ദശകം 2. തത്താദൃഗ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്ത്വേഷപി തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോത്യക പ്രേമസ്ഥൈര്യമയാദജാബലബലാൻ ചാപല്യവാർത്തോദഭൂൻ. ശ്രീഹരേ നമഃ. തത്താദൃക് മധുരാത്മകം തവ വപുഃ. അനുഭൂതി മാത്ര ഗോചരവും ആനന്ദവുമായ നിന്ദ്രയുടെ വിഗ്രഹം സംപ്രാപ്യ കൈവന്നിട്ട് ഭർത്താവായി കിട്ടി അവിടുത്തെ മാടത്തിൽ അധിവസിപ്പാൻ തരപ്പെട്ടിട്ട് സമ്പന്മയി സാ ദേവി സമ്പൽ സ്വരൂപിണിയായ ശ്രീദേവി പരമോത്സുക അങ്ങയിൽ കൂടുതൽ അനുരക്തിയായിരിക്കുന്നു. സ്വഭക്തേഷു ആപി തന്മൂലവർ സഭക്തന്മാരുടെ അടുത്ത് ചിരതരം ന ആസ്തേ അധികം താമസിക്കാറില്ല. ഹേ വിഭോ അച്യുത സർവശക്തനും ച്യുതിയില്ലാത്തവനും ആയ ഭഗവാന് തേന അസ്യാഹ അല്ലയോ ഭഗവാനെ അതുകൊണ്ട് ഇവൾക്ക് തദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമായാത് നിൻ തിരുവടിയുടെ രൂപലാവണ്യത്തിൽ ഉളവായ അനുരാഗത്തിൻ്റെ ഉറപ്പാകുന്ന ചാപല്യ അചാപലാബലാത് ഇല്ലായികയുടെ ശക്തി മൂലം ചാപല്യ വാർത്ത ചപലയാണെന്ന് ഒരപവാദം ഉദഭൂത് ബദാ കഷ്ടം ഉയർന്നു വന്നു. നോക്കൂ, ഈ വൈരുദ്ധ്യം കഷ്ടമല്ലേ ഭഗവാനെ? ഭക്തി തീരെ ഇല്ലാത്ത സമ്പത്തിൻ്റെ പുറകെ പായുന്ന വക്ര പ്രഭുക്കളെ മഹാകവി ഭംഗ്യാന്തരേണ കളിയാക്കുന്നത് ഇങ്ങനെയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഭഗവാന്റെ ആ മനോജ്ഞമായ ആ സ്വരൂപത്തെ വിട്ടിട്ട് ദേവി ഏതു ഭക്തൻ്റെ അടുത്ത് പോലും നിൽക്കുന്നില്ല. ഒരിക്കലും ലക്ഷ്മി സ്ഥിരമായിട്ട് ഭഗവാനെ വിളിക്കാത്ത ഒരിടത്തും നിൽക്കാറില്ല. ഭഗവാനെ വിളിക്കുന്ന ആ ഭക്തൻ്റെ കൂടെയാണ് ഭഗവാനും ആ ദേവിയും കൂടെ കാണുക. വിശ്വത്തിൻ്റെ ഹേതുഭൂതനായ ഈശ്വര, വേദങ്ങൾ അങ്ങയുടെ ശിരസ്സിലുള്ള അങ്ങ് വളരെ മനോഹരമായ ശിരസ്സിലുള്ള ആ മനോഹരമായ ആ ഒരു കിരീടത്തിൻ്റെ സൗഭാഗ്യത്തെയും അതെല്ലാം നുകരാൻ ആസ്വദിച്ച് ആ ദേവി എപ്പോഴും അവിടുത്തെ വക്ഷസ്ഥലത്തിൽ കളിയാടി കഴിയുന്ന അത്രമാത്രം മധുരാത്മക അങ്ങയുടെ ശരീരം പ്രാപിച്ചവളും ഐശ്വര്യദായിനിമായ ലക്ഷ്മി ദേവി അങ്ങയിൽ ഏറ്റവും താല്പര്യമുള്ളത് മൂലം സ്വഭക്തന്മാരിൽ പോലും ഒരിക്കലും ചിരകാലം വസിക്കുന്നില്ല. ഒന്നുകൊണ്ടും ചലനം ബാധിക്കാത്ത ഭഗവാനെ, അങ്ങയുടെ രൂപസൗന്ദര്യത്തിലുള്ള ദൃഢപ്രേമത്തിൽ ചപലതയോ ചലനമോ ഇല്ലാത്തതുമൂലം ലക്ഷ്മി ദേവിയെ ചപലയാണെന്ന് പറയുന്നു. കഷ്ടം കഷ്ടം. അവിടുത്തെ വിട്ടൊരിക്കലും ആ ലക്ഷ്മി ദേവി മാറിപ്പോകുന്നില്ല. അവിടുത്തെ ആ മാറിടത്തിൽ അവിടുന്ന് ആ മഹാലക്ഷ്മി വസിക്കുന്നു. അപ്പോൾ ഭഗവാനെ ഭജിക്കുന്നവരുടെ കൂടെ മാത്രമേ ലക്ഷ്മി ദേവിയും കൂടെ നിൽക്കുകയുള്ളൂ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. മൂർഖനൂർ ശ്രീഹരി തിരുമേനിജിയുടെ ശ്രീഹരിയം എന്ന പുസ്തകത്തിലെ വരികളിലൂടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഭഗവാനെ നാരായണ അവിടുത്തെ സ്വരൂപത്തിൻ്റെ ആ മാഹാത്മ്യത്തെയാണ് ഇവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്. ഓരോ ശ്ലോകങ്ങളിലും അങ്ങനെ അങ്ങ് അതിമനോഹരമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അത്രമാത്രം മാധുരമാം ദേവാ നിന്റെ ശരീരത്തിൽ തൽപരയാം ലക്ഷ്മി ദേവി ചപലയല്ലേ. ഭക്തന്മാരിൽ പോലും സ്ഥിരം വസിക്കാത്ത ഭഗവതി
പ്രേമാർദ്രയായി നിന്നരികിൽ ഓടിയെത്തുന്നു. ശ്രീഹരേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.